So let's start with the first question. See, two nucleotides are joined together by a linkage known as. അപ്പോൾ നമ്മൾ ആദ്യം ഈ ക്വസ്റ്റ്യനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ഇത് ഏത് ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഇത് ബയോമോളിക്യൂൾസ് എന്നുള്ളതാണ്. പിന്നെ ബയോമോളിക്യൂൾസിലെ സബ് ടോപ്പിക് ഏതാണ്? സബ് ടോപ്പിക് ഡെഫിനറ്റ്ലി ന്യൂക്ലിക് ആസിഡ്. നമ്മൾ അവിടെ കേട്ടിട്ടുണ്ട് ടേം ഇങ്ങനെയാണ്, അതായത് എങ്ങനെയാണ് ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡിന്റെ കോമ്പോസിഷൻ എന്താണ് എന്ന് നമ്മുടെ മനസ്സിലൊരു ചോദ്യമുണ്ട്. അപ്പൊ അതിനുള്ള മറുപടി ഇങ്ങനെയാണ്: ന്യൂക്ലിയോസൈഡ്സ്. സോ ന്യൂക്ലിയോസൈഡ്സ് അവർ കുറെ ആൾക്കാർ ജോയിൻ ചെയ്ത് ആര് ഫോം ചെയ്യും? ന്യൂക്ലിയോടൈഡ്സ് ഫോം ചെയ്യും. അപ്പൊ ഈ ന്യൂക്ലിയോടൈഡ്സ് ജോയിൻഡ് ടുഗദർ ടു ഫോം ന്യൂക്ലിക് ആസിഡ്. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇതില് ഓരോ ന്യൂക്ലിയോടൈഡ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ് എന്നതാണ് ചോദ്യം. അപ്പൊ ഇതിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന വി ഹാവ് എ ലോട്ട് ഓഫ് ഓപ്ഷൻസ്. ഇപ്പോൾ ഫോസ്ഫോഡയസ്റ്റർ ലിങ്കേജ്, ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്, ഡൈസൾഫൈഡ് ലിങ്കേജ് ആൻഡ് പെപ്റ്റൈഡ് ലിങ്കേജ്. ശരിക്കും ഈ ഡൈസൾഫൈഡ് ലിങ്കേജ് നമ്മൾ അധികം ഒന്നും കേട്ടിട്ടില്ല. പക്ഷെ കേൾക്കുന്ന ഒരു സ്ഥലം എവിടെയാന്ന് ചോദിച്ചാൽ വൾക്കനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ വൾക്കനൈസേഷനിലാണ് നമ്മൾ ഒരുപക്ഷെ നമ്മുടെ കെമിസ്ട്രിയിൽ ഡൈസൾഫൈഡ് ലിങ്കേജിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുക. അപ്പോൾ ഡൈസൾഫൈഡ് ലിങ്കേജ് എവിടെയാണുള്ളതെന്ന് ഞാൻ പറഞ്ഞു. ഇറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് വൾക്കനൈസ്ഡ് റബ്ബർ. ഇനി പെപ്റ്റൈഡ് ലിങ്കേജ്. പെപ്റ്റൈഡ് ലിങ്കേജ് ഓഫ് കോഴ്സ് യു നോ ദിസ് ഹാപ്പൻസ് ഇൻ ദ കേസ് ഓഫ് ഏതാണ്? പോളിമർ പ്രോട്ടീൻസ്. പ്രോട്ടീൻസിന്റെ കേസ് നമുക്ക് എന്താ ഉള്ളത്? പെപ്റ്റൈഡ് ലിങ്കേജ് ആണുള്ളത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നു പോളിഅമൈഡ് ലിങ്കേജ് ആണുള്ളത്, അല്ലേ? ആൻഡ് വി ഹാവ് എ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. നോക്കൂ, ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എവിടെയാണ് ഉള്ളത് നമ്മൾ വളരെ വ്യക്തമായി ബയോമോളിക്യൂൾസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബയോമോളിക്യൂൾസ് നമ്മൾ കണ്ടു, വി ഹാവ് ഡൈ ഷുഗർ, അല്ലെങ്കിൽ നമ്മൾ മോണോസാക്കറൈഡ്സ്, ഡൈസാക്കറൈഡ്സ്, അല്ലെങ്കിൽ വാട്ട് വി സേ പോളിസാക്കറൈഡ്സ്. അപ്പൊ ഈ പറയുന്ന ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ അല്ലെങ്കിൽ മോണോസാക്കറൈഡ്സ് മോളിക്യൂൾസിനെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ആ ഒരു ലിങ്കേജിനെ നമ്മൾ അവിടെ വിളിച്ച പേരായിരുന്നു എന്ത്? ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മൾ കണ്ടിരുന്നു 1,4 ലിങ്കേജ് ഉണ്ടായിരുന്നു, 1,2 ലിങ്കേജ് ഉണ്ടായിരുന്നു. ദാറ്റ് വി സ്റ്റഡീഡ് ഓവർ ദെയർ. അപ്പൊ ഇനി നമ്മൾ കാണാത്ത ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ആരാണത്? ഫോസ്ഫോഡയസ്റ്റർ. അപ്പൊ അത് നമ്മുടെ ന്യൂക്ലിക് ആസിഡിൽ ഉണ്ടോ? കാരണം നമുക്കറിയാം ന്യൂക്ലിക് ആസിഡ് നമുക്കുള്ളത് ആരുടെയൊക്കെ ഒരു കൂട്ടായ്മ എന്ന് ചോദിച്ചാൽ അവിടെ നമ്മുടെ ഷുഗർ ഉണ്ട്, ബേസ് ഉണ്ട്, പിന്നെ ഒരു PO4 അല്ലെ, ആ ഒരു ഫോസ്ഫേറ്റ് യൂണിറ്റ് ഉണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്നതാണ്. അപ്പൊ ഫോസ്ഫേറ്റ് യൂണിറ്റ് ഉള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ മുന്നിലുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതാരാണ്? ന്യൂക്ലിയോടൈഡ്സ് ആണ്, അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡ് ആണ്. അപ്പൊ പിന്നെ നമുക്ക് ടിക്ക് ചെയ്യാൻ ഇതിനകത്തൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതേതാണ്? ഓപ്ഷൻ ഫോസ്ഫോഡയസ്റ്റർ ലിങ്കേജ് തന്നെയാണ്. അപ്പൊ അത് നമുക്ക് നോക്കിയേക്കാം എങ്ങനെയാണെന്ന്. നോക്കൂ, ഇത് നമ്മുടെ ഷുഗർ പാർട്ടാണ്, അല്ലെ? ഇത് നമ്മുടെ ബേസ് പാർട്ടാണ്, അല്ലെ? അതും അപ്പൊ ഇവിടെ നോക്കൂ, ഇതൊരു ഷുഗർ പാർട്ടാണ്, ഇതൊരു ബേസ് പാർട്ടാണ്. അപ്പൊ അവരെ തമ്മിൽ ഇത്രയും ചേർന്നാണ് ഒരു നമ്മൾ ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ എന്ത് യൂണിറ്റ് ആണ്? ഒരു ഫോസ്ഫർ ചേർന്ന എസ്റ്റർ യൂണിറ്റ് ആണ്, അല്ലെ? സോ വാട്ട് വി കോൾ ഫോർ ദിസ്? ഫോസ്ഫോഡയസ്റ്റർ ലിങ്കേജ്. അപ്പോ നമ്മുടെ ആൻസർ ഇൻ ദിസ് കേസ് ഫോസ്ഫോഡയസ്റ്റർ ലിങ്കേജ്. അപ്പൊ ഓർക്കുക, ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. മക്കൾ, എവിടെയാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വരുന്നത്? ഇൻ കേസ് ഓഫ് ഡൈസാക്കറൈഡ്സ് ഓർ വി ഹാവ് പോളിസാക്കറൈഡ്സ്. ആൻഡ് ഡൈസൾഫൈഡ് ലിങ്കേജ് എവിടെയാണ് വരിക? ഇറ്റ്സ് ഇൻ ദ കേസ് ഓഫ് വൾക്കനൈസ്ഡ് റബ്ബർ. ആൻഡ് പെപ്റ്റൈഡ് ലിങ്കേജ് എവിടെയാണ് വരുന്നത്? ഇൻ ദ കേസ് ഓഫ് പ്രോട്ടീൻസ്. അപ്പം ആ ക്വസ്റ്റ്യൻ സെറ്റ് ആണല്ലോ.